ചിന്നുമോളെ മാളുവിനെ കാണാൻ ഇന്ന് രണ്ടുപേരും വരും. അവരോട് മോശമായിട്ട് സംസാരിക്കുകയോ അനാവശ്യമായിട്ട് ഒന്നും പറയുകയോ ചെയ്യരുത് കേട്ടോ. ഒന്നും കാണിക്കുകയോ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. ഇപ്പൊ കടച്ചിരിക്കണൊക്കെ ഉണ്ട്. അവർ വരുമ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് എൻ്റെ പേടി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ കുഞ്ഞെ, മുന്നുമോളെ നമുക്ക് റൂമിലിട്ട് അടച്ചാലോ? അങ്ങനെയല്ല, കിടത്തി ഉറക്കാം. അപ്പം പിന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ, ഒരു ശല്യം ഉണ്ടാവത്തില്ല. അതൊന്നും വേണ്ട. ചേച്ചിയെ കണ്ടിട്ട് ആ കുറവുകളൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ എന്നെ കല്യാണം കഴിച്ചാൽ മതി. എടി മോളെ, എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചി റൂമിലിട്ട് പൂട്ടാന്നൊക്കെ അമ്മയ്ക്ക് എങ്ങനെയാ പറയാൻ തോന്നണേ? എൻ്റെ പൊന്നു മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടി, അവർ വരുമ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് എന്തെങ്കിലും തോന്നത്തില്ല, അത് പേടിച്ചിട്ടാ. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അമ്മേ. കണ്ട എൻ്റെ ചിരി. എടി, അവർ വന്നെന്ന് തോന്നുന്നു. നീ ചായ എടുക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോളുടെ പേരെന്താ? മീനാക്ഷി. ജോലിക്കൊക്കെ പോകണ്ടോ? ജോലി ഉണ്ടോ? ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിലാണോ? ഇവനും അതെ, ഇവൻ അസിസ്റ്റന്റ് മാനേജരാ. മോൻ്റെ പേരെന്താ? വിനോദ്. ഈ കുട്ടികളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര കാലമായി? 15 വർഷമായി. ഈ വീട് സ്വന്തമാണോ അതോ വാടകയ്ക്കാണോ? വാടക വീടല്ല, സ്വന്തം വീട് തന്നെയാ. ഇതാണല്ലേ മൂത്ത മകള്. അതിന്റെ വായിൽ കൂടിയൊക്കെ വെള്ളം ഒലിക്കണം, തുടച്ചു കൊടുക്ക്. ഇനിയിപ്പോ എന്തായാലും പിള്ളേർ തമ്മിലൊന്ന് സംസാരിക്കട്ടെ, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അത് ശരിയാ. മോനെ വിളിച്ചിട്ടു. ഇയാള് ഏത് കോഴ്സാ പഠിച്ചേ? ഞാൻ ബികോം കഴിഞ്ഞതാ. ഞാനും. ഹോബീസ് എന്തൊക്കെയാ? ഹോബീസ് എന്ന് പറയുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. വായിക്കും ചെറുതായിട്ട് ബുക്കുകളൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ആദ്യത്തെ പെണ്ണ് കാണലാണ്, അതുകൊണ്ട് എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. സോറി കേട്ടോ. അതൊന്നും സാരമില്ല, കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഉണ്ടല്ലോ സംസാരിക്കാൻ സമയം. എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? പോയോ. അല്ല, ഈ മൂത്ത വാക്ക് ഇത് ജന്മനാ ഉള്ളതാണ് ഈ വയ്യായിക? ജനിച്ച സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വളരും തോറും ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ലാന്ന്. ഇങ്ങനെയുള്ളതിനെയൊക്കെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ അവള് തന്നെ ചെയ്തോളും. എന്തായാലും എന്താ, ഈ പിള്ളേരുടെ അച്ഛനോടെ മരിച്ച സ്ഥിതിക്ക് ഈ അനീതി കൊച്ചായിരിക്കുമല്ലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഇളയവാളെ കെട്ടിച്ചു വിട്ടാ നിങ്ങളുടെ കാര്യം അവതാളത്തിലാവുമല്ലോ. അങ്ങനെ എന്തായാലും വരില്ല. എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോയെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ പുള്ളി നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി നേരത്തെ നല്ല രീതിയിൽ പൈസയൊക്കെ സമ്പാദിച്ചു വെച്ചല്ലേ? അതെന്തായാലും നന്നായി. അതല്ല, പുള്ളി പോയിട്ട് 15 വർഷമായി. ഇത്രയും കാലം എനിക്ക് ജോലി ഇല്ലാതിരുന്നിട്ടും ഈ കുട്ടികളെയൊക്കെ നോക്കാൻ കഴിഞ്ഞതൊക്കെ അന്ന് കിട്ടിയ 2 കോടി രൂപ കൊണ്ടാണ്. അത്രയും പൈസയൊക്കെ എങ്ങനെ കിട്ടി? സാധാരണ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ചെറിയ വല്ല എമൗണ്ടൊക്കെ അല്ലേ കിട്ടുക? അല്ല, അച്ഛനൊരു ടേം ഇൻഷുറൻസ് എടുത്തിരുന്നു, അതിന്റെ പൈസയാ. അന്നത്തെ കാലത്ത് അത്രയും പൈസയൊക്കെ കൊടുത്ത് ഇതൊക്കെ എടുത്തു വെച്ചിരുന്നല്ലേ? അത്രയും പൈസയൊന്നും വരില്ല. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ കാണാം. മാസം 400-500 രൂപ വരെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അതിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് 15% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാം. പിന്നെ പ്രവാസികൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറവിലും എടുക്കാം. മരിക്കുന്നതിന് മുന്നേ ആ മനുഷ്യനായി ചെയ്തു വെച്ചുകൊണ്ട് ഭാര്യയ്ക്കും മകൾക്കും എന്തായാലും ബാധ്യത ഇല്ലാതായി. അല്ല, വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. മീനാക്ഷി ജനിച്ച സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കുഴപ്പം തോന്നിയിരുന്നോ? ഇല്ല. അല്ല, കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ വയ്യായികയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പാരമ്പര്യമാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാന്ന് വെച്ചപ്പോൾ നാളെ ഒരിക്കൽ മീനാക്ഷി അവൻ കല്യാണം കഴിച്ചാലും ഇതൊക്കെ ഞങ്ങൾ നോക്കണ്ടല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, എന്താ ഉദ്ദേശിച്ചേ? അല്ല മോളെ, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. ബ്രോക്കർ ചെറിയൊരു വയ്യായിക ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇതൊരു ഇച്ചിരി കൂടുതലല്ലേ? നാളെ ഒരു കാലത്ത് ഇപ്പോൾ
നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാലും ഞങ്ങളുടെ വരുന്ന തലമുറയ്ക്കും ഇതുപോലൊരു ഇത് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളു. നമുക്ക് പോയാലോ അമ്മേ? ഞങ്ങളെന്നാ പിന്നെ ഇറങ്ങട്ടെ കേട്ടോ, ചെറിയ മഴക്കാലം കാണണ്ടേ. ശരി എന്നാ. എന്താ ഇത്, ഒരാൾ വീഴുമ്പോ ഇങ്ങനെയാണ് ചിരിക്കണത്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഞാൻ ആദ്യമായിട്ട് കാണാടോ. ഒരാൾ വീണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കേണ്ട ആവശ്യം എന്താ? സോറി ചേച്ചി, അങ്ങനെയാ. ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തോണ്ടാ. സോറി സോറി. എന്താണെങ്കിൽ എന്താ, ഇതിന്റെ കൂടെയൊക്കെ എങ്ങനെ ജീവിക്കണേ? ശരി എന്നാ. എന്താ മിന്നുമോളെ ഇങ്ങനെ ഒരാള് വീഴുമ്പോ ചിരിക്കരുത്? എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് തോന്നണ്ട അവര് സമ്മതിക്കുമെന്ന്. എല്ലാ പെണ്ണുകാണലിലും എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ റൂമിലിട്ട് കിടത്തി ഉറക്കാമെന്ന്. അപ്പം നീ കേട്ടില്ല. അവസാനം വരെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ പയ്യന് തന്നെ ഇഷ്ടപ്പെട്ടിയാടി. ഇതിപ്പോൾ എന്താവോ എന്തോ, അവർക്കെന്തോ അപമാനം പോലെ ആയിപ്പോയി. ഒരാൾ വീഴാൻ മുമ്പ് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ. അത് സാരമില്ലമ്മേ, അവർ പോട്ടെ. എൻ്റെ ചേച്ചിയുടെ കുറവുകളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ആ ഒരു കാരണം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താത്തൊരു കുടുംബം മതി എനിക്ക്. അങ്ങനെ ഒരു പയ്യൻ മതി. അതുവരെ നമുക്ക് നോക്കാം അല്ലേ? കണ്ട ചേച്ചിട്ട് ശരി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളല്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമായിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കണം. ഇപ്പോൾ 15% വരെയൊക്കെ ഡിസ്കൗണ്ടോടുകൂടി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി.